ഹലോ എവ്രി വൺ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ IT ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഒ ഇ ടിയുടെ എക്സ്പ്ലനേഷൻസോ കേസ് നോട്ട് എക്സ്പ്ലനേഷൻസോ ടിപ്സോ ട്രിക്സോ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. എൻ്റെ ഒ ഇ ടിയിലെ കുറച്ച് എക്സ്പീരിയൻസ് നിങ്ങൾക്കുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഒ ഇ ടിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ളവർക്ക്, അതായത് ഒ ഇ ടി പഠിക്കണം അല്ലെങ്കിൽ ഒ ഇ ടിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുമല്ലോ എന്തൊക്കെയായിരിക്കാം നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കുറച്ച് എപ്പിസോഡായിട്ട് അല്ലെങ്കിൽ കുറച്ച് വീഡിയോസായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒ ഇ ടിയുടെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒ ഇ ടി ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ കുറച്ച് നാൾക്ക് മുമ്പാണ് അറിഞ്ഞു തുടങ്ങിയത്. അതായത് 2010 ഞങ്ങൾ പഠിച്ചിറങ്ങിയ സമയത്ത് തന്നെ ഒ ഇ ടിയുടെ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു എന്ന് ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്തൊക്കെ 35,000 ഒക്കെ കൊടുത്ത് എക്സാം എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും പറ്റത്തില്ല. ഇപ്പം നമ്മുടെ പോലത്തെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ളവർക്കൊന്നും അതൊക്കെ വലിയൊരു സംഭവമാണല്ലേ. ഇപ്പം IELTS ആണെങ്കിൽ പോലും ക്ലാസ്സസിൻ്റെ ഫീസ് അല്ലെങ്കിൽ എക്സാമിന് 10,000 കൊടുക്കണം എന്നൊക്കെ പറയുന്നത് തന്നെ അന്നത്തെ കാലത്ത് വലിയ ഒരു ഇതായിരുന്നു. സോ നമ്മളൊരു എംപ്ലോയ്മെൻ്റ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്കൊരു ജോലിയൊക്കെ കിട്ടി, അല്ലെങ്കിൽ ചിലരൊക്കെ മിഡിൽ ഈസ്റ്റിൽ വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒ ഇ ടിയുടെ ക്ലാസ്സിന് പോകുന്നു, അല്ലെങ്കിൽ എക്സാം ഫീസ് ഒരു 35,000 ആണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. ബട്ട് നാട്ടിലിരിക്കുമ്പം നമുക്കതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. ഈ ക്ലാസ്സസിൻ്റെ ഫീസ് അല്ലെങ്കിൽ എക്സാമിൻ്റെ ഫീ, പ്രിപ്പറേഷൻ ഫീ, ഗൈഡ്സ്, ഇതെല്ലാം തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണല്ലേ. പക്ഷേ നമുക്കൊരു എയിമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു വലിയ ആഗ്രഹമാണ് യൂറോപ്യൻ കൺട്രിയിൽ പോകണം, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യണം എന്ന വലിയ ആഗ്രഹങ്ങൾ മനസ്സിലുള്ളവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നെന്ന് പറഞ്ഞാലും ആ സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കൊരു ഹെൽപ്പ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെറുപ്പം മുതലെയുള്ളൊരു ആഗ്രഹമാണ് എനിക്ക് എങ്ങനെയെങ്കിലും അബ്രോഡിൽ പോകണം, ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോകണം. ശരിക്കുമുള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. അത് എല്ലാവർക്കും ഉള്ളു, മോസ്റ്റ്ലി എല്ലാ നഴ്സസ്മാർക്കും ഉള്ള ഒരു ആഗ്രഹമായിരിക്കും ഓസ്ട്രേലിയയിൽ പോയി വർക്ക് ചെയ്യണം എന്നുള്ളതല്ലേ. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഈവൻ ന്യൂസിലൻഡ് ഇപ്പം നമ്മുടെ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ജിയോഗ്രഫിക്കലി നല്ല പ്ലേസ് ആണെന്ന് പറഞ്ഞാലും മോസ്റ്റ്ലി എല്ലാവരുടെയും മനസ്സിൽ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു എയിം അല്ലെങ്കിൽ ഒരു ആഗ്രഹം, ഒരു വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരിക്കും. സോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോഴും മനസ്സിലുണ്ട്, ഓസ്ട്രേലിയയിൽ പോകണം എന്നുള്ളത്. സോ എനിവേ ദൈവാനുഗ്രഹം കൊണ്ട് ഓസ്ട്രേലിയൻ പിന്നെ കിട്ടി. കാരണം ഞാൻ അയർലൻഡിലായതുകൊണ്ട് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയൻ ആ ട്രാൻസ്മാനിൻ ആ ഒരു റൂട്ട് ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഓൾറെഡി അയർലൻഡിൽ വന്ന സമയത്ത് തന്നെ അപ്ലൈ ചെയ്ത് ഓൾറെഡി പിൻ നമ്പർ കിട്ടി. സോ 2 ആഴ്ച മുമ്പാണ് ആ പിൻ നമ്പർ കിട്ടിയത്. സോ ആ ഒരു ആഗ്രഹം ഒരു ഡോർ വരെ എത്തി, പക്ഷേ ഡോറിന് അങ്ങോട്ട് പോയിട്ടില്ല, ജസ്റ്റ് വെയിറ്റിംഗ് ആണ്. എനിവേ അയർലൻഡ് ലൈഫ് നല്ലതാണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ എയിം ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ ഫിനാൻഷ്യലി എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടുണ്ട്, മോസ്റ്റ് എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഈ ഫിനാൻഷ്യൽ ഹർഡിൽസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എനിവേ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുക. ഓക്കെ, ഒ ഇ ടി എന്നുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എങ്ങോട്ടാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് അപ്ലൈ ചെയ്ത് വെക്കുക. ഒ ഇ ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഡിസൈഡ് സ്കോർ, ഇപ്പോൾ ചിലപ്പോൾ UK പോകണം എന്നുള്ളവർക്ക് UK സ്കോർ ഇല്ല എന്നുണ്ടെങ്കിൽ അയർലൻഡിലെ ചോയ്സ് ഉള്ളൂ എന്നുണ്ടെങ്കിലും ആരങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലായിടത്തും തന്നെ ഒരു ക്രൈസിസ്, നഴ്സിംഗ് ഫീൽഡിലുള്ളതാണ് ഈ ക്രൈസിസ്, ജോബ് ടേൺ ഓവർ എന്നൊക്കെ ഉള്ളത് എപ്പോഴും നമുക്കുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എവിടെയാണോ കിട്ടുന്നത് അവിടെ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ഡ്രീം കൺട്രിയിലേക്ക് പിന്നെ നമുക്ക് പോകാവുന്നേ ഉള്ളൂ. ഇപ്പം നേരത്തെ നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു അയർലൻഡിലോ UK വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ന്യൂസിലൻഡ് CGFNSൻ്റെ CGFNSൽ അപ്ലൈ ചെയ്തിട്ട് ന്യൂസിലൻഡ് പിൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ പിൻ നമുക്ക് പെട്ടെന്ന് കിട്ടും. വിത്തിൻ 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സിനുള്ളിൽ നമുക്ക് കിട്ടും. സോ ഇപ്പോൾ ഒരു ചെറിയൊരു റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. അവർ July 4 മുതൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ന്യൂസിലൻഡിൽ അവർ വിത്തൗട്ട് എൻക്ലക്സ് എടുക്കുന്നില്ല. ഇപ്പം നമ്മൾ ഓസ്കി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ചില ഏജൻസിക്കാർ പറയുന്നുള്ളത് അങ്ങനെ അല്ല എന്നുള്ളത്. സോ എനിവേ ഓവർ ദി ഇയർ നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവാതിരിക്കില്ല. അപ്പം അതുകൊണ്ട് നമ്മളതിന് ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രീസിൽ വന്ന് ഒരു ജോബ് ചെയ്യണം എന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒ ഇ ടിയിലേക്ക് വരാൻ ലേറ്റ് ആകരുത്. ഇനി ഒ ഇ ടി വന്നു കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് കിട്ടുന്നില്ല, 2, 3, 4, 5 പ്രാവശ്യം എഴുതി പക്ഷെ നമുക്ക് കിട്ടുന്നില്ല, ലക്കില്ല, വെറുതെ പൈസ കളയുന്നു, വെറുതെ സമയം വേസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ ഇഷ്യൂസ് കുറേ ആൾക്കാർക്കും വരാം. നമുക്ക് എന്താ പറയുക, പെട്ടെന്നൊന്ന് എഴുതി കയ്യിലെടുക്കാവുന്ന ഒരു കാര്യമല്ല ഒ ഇ ടി എന്ന് പറയുന്നത്. അത് IELTSനെ സംബന്ധിച്ചിടത്തോളം ഒ ഇ ടി നമുക്ക് ഒത്തിരി ഈസിയാണ് അല്ലേ. സോ IELTS എന്ന് പറയുമ്പം ഈ ലോകത്തുള്ള ഏത് കാര്യത്തിനെക്കുറിച്ചും ക്വസ്റ്റ്യൻ വരാം. സോ നമുക്ക് എല്ലാത്തിനെയും കുറിച്ചും ഒരു
പൊതുവായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. ശരിക്കും ഞാനൊരു IELTS ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരു 2 മന്ത്സേ പോയുള്ളൂ. അത് കഴിയുമ്പം സൗദിയിലെ ഇൻ്റർവ്യൂ വന്നു. ആ സൗദിയിലെ ഇൻ്റർവ്യൂ ചുമ്മാ പോയി അറ്റൻഡ് ചെയ്തതാ. പക്ഷേ ഭാഗ്യത്തിന് അത് കിട്ടി. അപ്പം അങ്ങനെ ആം, സൗദിയിലേക്ക് പോയി. പക്ഷേ IELTS എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ആ 2 മാസത്തെ ക്ലാസ് കൊണ്ട് അതും പിന്നെ ഞാൻ OET പഠിച്ചത് നമ്മൾ കമ്പയർ ചെയ്യുമ്പം എനിക്ക് ആ കമ്പാരിസൺ മനസ്സിലാവുന്നത് IELTS എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല. സോ അങ്ങനെ ഒത്തിരി അങ്ങ് സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ, ഒത്തിരി വായിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ IELTS ഒത്തിരി ഈസി ആയിരിക്കാം മേ ബി. കാരണം അവർക്ക് ജനറലി ഒത്തിരി അറിയാമായിരിക്കും. ജനറൽ നോളേജ് ഒത്തിരി ഉണ്ടാകുമായിരിക്കും. സോ ഐഡിയാസ് പെട്ടെന്ന് കിട്ടും സംസാരിക്കാൻ. ഇപ്പോൾ ഈവൻ സ്പീക്കിംഗ് ആണെങ്കിൽ പോലും അവർക്ക് സംസാരിക്കാൻ ഒത്തിരി കിട്ടുമായിരിക്കും. ബട്ട് OET സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം പ്യുവർലി നമ്മുടെ ഫീൽഡാണ്. അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മുടെ സെയിം ഫീൽഡിൽ നിന്നുള്ള കാര്യങ്ങളാണ്. എസ്പെഷ്യലി റൈറ്റിംഗ്, സ്പീക്കിംഗ്. അത് ശരിക്കും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ ചെന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ റൈറ്റിംഗ് ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ പേഷ്യൻസ് കണ്ടീഷൻസ് ഒക്കെ തന്നെയാണ് അതിനകത്ത്. അതിന് ഇടയ്ക്കൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് വിസിറ്റ് എനിവേ എങ്ങനെയാണെന്ന് പറഞ്ഞാലും കണ്ടീഷൻസിനെ കുറിച്ച് നമുക്കറിയാം. സോ വലിയ ഇഷ്യൂസ് അവിടെ വരുന്നില്ല. ആ വേ ഓഫ് റൈറ്റിംഗ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ഒത്തിരി ഈസിയാണ്. സ്പീക്കിംഗ് ആണെങ്കിൽ അതിലും ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മോഡ്യൂൾ എനിക്ക് പറയാനുള്ളത് സ്പീക്കിംഗ് ആണ്. അതായത് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ നാട്ടിലല്ല, പുറത്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലാണ് എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നത്, അല്ലേ? പക്ഷേ മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അറബി തന്നെ സംസാരിക്കണം. ബട്ട് എന്നിരുന്നാലും നമ്മുടെ കോൺവെർസേഷൻ കുറച്ചും കൂടി ഇംഗ്ലീഷ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മൾ കൊളീഗ്സ്, നമ്മുടെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പാരാമെഡിക്കൽസ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതും കുറച്ചൊക്കെ പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിക്കുന്നത്. സോ ആ ഒരു എന്താ പറയുക, കോൺഫിഡൻസ് നമുക്കുണ്ടായിരിക്കും. മറ്റുള്ളവരുമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരിക്കും. ഇപ്പം നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കാരിക്കുലം ഇംഗ്ലീഷ് തന്നെയായിരുന്നു, അല്ലേ? നഴ്സിംഗ് നമ്മൾ പഠിച്ചത് 4 വർഷം പഠിച്ചത് ഇംഗ്ലീഷിൽ തന്നെയാണ്. അതുപോലെ നമ്മൾ ട്രെയിനിങ് സമയത്തിലും ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്തോ അല്ലെങ്കിൽ പ്രാക്ടീസിൻ്റെ സമയത്തോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്തിടത്തെല്ലാം നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. എല്ലാവരും നാട്ടിൽ തന്നെ പഠിച്ചവരായിരിക്കത്തില്ലല്ലോ. ഇപ്പം നാട്ടിൽ തന്നെ പഠിച്ചതാണെങ്കിൽ പോലും നമുക്ക് അല്ലാതെ ഫ്രണ്ട്സോ വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ടുള്ള എക്സ്പോഷേഴ്സ് നമുക്ക് കിട്ടാതില്ല. അപ്പം നമ്മൾ ഇംഗ്ലീഷ് അറിയത്തില്ലാത്ത ആൾക്കാരല്ല, നമ്മൾ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. ബട്ട് ലെവൽ ഡിഫറെൻ്റ് ആണെന്ന് മാത്രം. ഓരോരുത്തർക്കും ഓരോ ലെവൽ ഡിഫറെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് പേരുടെ ഒരു ധാരണയുണ്ട്, CBSE സിലബസിൽ പഠിച്ചവർക്ക് OET ഒത്തിരി എളുപ്പമായിരിക്കും. ഞാൻ സാധാരണ മലയാളം മീഡിയത്തിൽ പഠിച്ചതാണല്ലോ, സോ എനിക്ക് പെട്ടെന്ന് OET ക്രാക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനും മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്. സോ നമ്മുടെ എഫേർട്ട് എത്രമാത്രം ഇടുന്നോ അതിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇംഗ്ലീഷ് എന്നുള്ളത്. നമ്മുടെ ആരുടെയും ഫസ്റ്റ് ലാംഗ്വേജ് മദർ ടങ് ഇംഗ്ലീഷ് അല്ല, അല്ലേ? നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ എന്താ പറയുക, നമ്മളായിട്ട് വളർത്തിയെടുത്ത ഒരു കഴിവാണ്, ഒരു സ്കില്ലാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അത് ഒരു ഫ്ലോയിൽ അങ്ങ് പെട്ടെന്ന് വരണമെന്ന് ആരും എക്സ്പെക്റ്റ് ചെയ്യത്തില്ല. സോ OETയിൽ അവർ മാർക്ക് ഇടുമ്പോഴും സ്പീക്കിങ്ങിന് മാർക്ക് ഇടുമ്പോഴും ഒരിക്കലും നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചതിലല്ല അവരുടെ മാർക്ക് വരുന്നത്. അതിന് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്, അല്ലേ? അത് നമ്മൾ ആരുടെ അടുത്താണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അത് നമ്മുടെ ആ സിമ്പതി, എമ്പതിയൊക്കെ അതിൽ വരുന്നുണ്ടോ, അത് ആസ് എ നേഴ്സ് നമ്മുടെ ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ അതിൽ വരുന്നുണ്ടോ, റിയഷുറൻസ് ഒത്തിരി വരുന്നുണ്ടോ, അതുപോലെ സിറ്റുവേഷൻ അനുസരിച്ചാണോ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുന്നത്, ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിടയ്ക്ക് നമ്മൾ കയറി പറയുന്നുണ്ടോ, ആ ഒരു ഫ്ലോ കണ്ടിന്യൂവേഷൻ വേണം, സംസാരത്തിൽ ആ കണ്ടിന്യൂവേഷൻ വേണം, അവരെ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ, തന്നിരിക്കുന്ന ബുള്ളറ്റ് പോയിൻറ്റ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തോ, ഒരു കറക്റ്റ് ഒരു എൻഡിങ്ങിലാണോ, അല്ലെങ്കിൽ കറക്റ്റ് സ്റ്റാർട്ടിംഗ് ആണോ കറക്റ്റ് എൻഡിങ്ങിലാണോ നമ്മുടെ കോൺവെർസേഷൻ വന്നത്, ഇതെല്ലാം അതിൽ അനലൈസ് ആവുന്നുണ്ട്. നമ്മളൊരു സ്പീഡിലൊരു ഇംഗ്ലീഷ് പറഞ്ഞ് തീർക്കുന്നതിൽ ഒരിക്കലും നമുക്ക് B സ്കോർ കിട്ടണമെന്നില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ബേസിക് അങ്ങനെയാണല്ലോ, നമ്മൾ CBSE സിലബസിലല്ല, നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല, ആ ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും തിങ്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് സ്പീക്കിങ്ങിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പിന്നെ വേറെ ഉള്ളത് ലിസണിങ് ആൻഡ് റീഡിങ്. എനിക്ക് ഇൻട്രസ്റ്റേ വരുന്നില്ല, അല്ലെങ്കിൽ റീഡിങ് ചെയ്യുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോവുക. സോ ഇതൊക്കെ ഫോർ എക്സാമ്പിൾ എനിക്കും എക്സാമ്പിളായിട്ട് പറയാവുന്ന, എന്നെ തന്നെ എക്സാമ്പിളായിട്ട് പറയാവുന്നേ ഉള്ളൂ. സോ റീഡിങ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വായനശീലം ഇല്ലാത്ത ഒരാളാണ്. ഒത്തിരി വായിക്കുന്നത് എനിക്കിങ്ങനെ വലിയ ഇഷ്ടമല്ല. ബുക്സൊക്കെ വായിക്കുന്നതിനോടും വലിയ താല്പര്യമൊന്നുമില്ല. പഠിക്കുന്ന കാര്യം ഓക്കെ, ബട്ട് അതർ ദാൻ റീഡിങ് ഇഷ്ടമല്ല. ഓഫ് കോഴ്സ് അതുകൊണ്ട് തന്നെ നമ്മൾ റീഡിങ് മോഡ്യൂൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും. നമ്മൾ വായിച്ച് വരുമ്പോൾ ഒരു B പാർട്ടിൻ്റെ പകുതി ഒക്കെ ആയി കഴിയുമ്പോഴേ നമുക്ക് നല്ല ഉറക്കം വരും. അതേസമയം നമ്മൾ പഠിക്കാതെ ഉറങ്ങാൻ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറക്കവേ വരില്ലായിരിക്കും. സോ അതെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. കാരണം നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് പറയുന്നുണ്ടായിരിക്കും ഓക്സിജൻ കുറവാണ്, നീ ഉറങ്ങുക പിന്നെ പഠിക്കാം എന്നൊക്കെയുള്ള തോട്ട്സൊക്കെ നമുക്ക് വരും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൽ കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്യുക. അതായത് റീഡിങ്ങിൻ്റെ A പാർട്ടും B പാർട്ടും C പാർട്ടും 3ഉം ഒരുമിച്ച് ചെയ്ത് പഠിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ, ഓക്കെ, അക്കോർഡിംഗ് ടു മൈ സജഷൻ. ഓരോരുത്തർക്ക് ഓരോ പ്രിഫറൻസസ് ആയിരിക്കും. സോ ഇറ്റ്സ് ജസ്റ്റ് മൈ സജഷൻ.
അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എ പാർട്ട് മാത്രം കുറച്ച് ചെയ്ത് പിടിക്കുക. അതായത് ഒരു 15 മിനിറ്റ് ചെയ്ത് തീർക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പം ഒരു 3 എ പാർട്ട് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ അത്രയും എക്സോസ്റ്റ് ആവത്തില്ല. നമുക്ക് വേറെ ഏതെങ്കിലും മൊഡ്യൂൾസ് നോക്കുകയും ചെയ്യാം. പക്ഷേ എയും ബിയും സിയും നോക്കുമ്പം ഓഫ് കോഴ്സ് നമ്മൾ മടുക്കും. പിന്നെ ബി ആൻഡ് സി തന്നെ സെപ്പറേറ്റ് ചെയ്യുക. ഇപ്പോൾ ബി ആൻഡ് സി തന്നെ ചെയ്യുമ്പം ഒരു ബി ആൻഡ് സി മാത്രം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും സ്പീക്കിങ്ങോ അല്ലെങ്കിൽ ലിസണിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പോവുക. ഈ മൂന്നും കൂടെ ഒരുമിച്ച്, അതായത് എക്സാമിന് അങ്ങനെയല്ലേ വരുന്നത്, സോ ഞാൻ അതുകൊണ്ട് അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എക്സാമിന് അത് കോപ്പ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. എനിവേ നമ്മൾ ആ ട്രിക്സ് ആ സമയം കാൽക്കുലേഷൻ, ടൈം കാൽക്കുലേഷൻ, അതിങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചു വെക്കണം. സോ അതിന് വേണ്ടിയാണ് ശരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ടൈം മാനേജ്മെൻറ്റ് എപ്പോഴും ലാസ്റ്റേ നിങ്ങൾ തിങ്ക് ചെയ്യാവുള്ളൂ. ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ ടൈം എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ആദ്യമേ മെത്തേഡ് പഠിച്ചു വെക്കുക. എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുന്നത്, എന്താണ് അതിൻ്റെ ടെക്നിക്സ്, ഇതെല്ലാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾ ടൈം സെറ്റ് ചെയ്യുക. ഇപ്പം എ പാർട്ടിനാണെങ്കിൽ 13 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. 13 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല, ബട്ട് എന്നാലും നമ്മുടെ ഒരു ഇതിന് വേണ്ടി. പിന്നെ ബി ആൻഡ് സി നമുക്ക് ടൈം കിട്ടും, ബട്ട് ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജേർണൽസ് ഒക്കെ വരുമ്പം, റിസർച്ചസ് ഒക്കെ വരുമ്പം നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. എവിടെയാണോ ആൻസർ കിടക്കുന്നതെന്നൊന്നും അറിയത്തില്ലാത്തൊരു സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ കുറേയൊക്കെ ചെയ്ത് നോക്കുക. സോ നമ്മൾ പ്രാക്ടീസ് ചെയ്ത സമയത്ത് ജേഷാൻ കളക്ഷൻസ്, അത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റ്, അവരുടെ തന്നെ OETയുടെ തന്നെ വെബ്സൈറ്റിലുള്ള ആൾക്കാരുടെ ജേഷാൻ കളക്ഷൻസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം അവരുടെ ഫസ്റ്റ് 10 എന്ന് പറയുന്നത് ഒത്തിരി ഈസിയാണ്. സോ നമ്മൾ ചെയ്യുമ്പം അവരതിൽ ഇൻഡെക്സിൽ മാർക്ക് എഴുതാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻഡെക്സിൽ നമുക്ക് ഓരോ പാട്ടും ചെയ്യുമ്പോൾ നമുക്ക് എത്ര മാർക്കാണ് കിട്ടിയെന്നുള്ളത്. അപ്പം നമ്മളത് ഓരോന്ന് 1 by 1 ആയിട്ട് ചെയ്ത് വരുമ്പോൾ 1 to 10 നമുക്ക് മോസ്റ്റ്ലി എല്ലാത്തിനും തന്നെ എബോവ് 35 ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മുടെ അടുത്ത് പറയും, ഓ യു ആർ ഗ്രേറ്റ്, നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്, 35 എബോവ് കിട്ടുന്നുണ്ട്, സോ യു ക്യാൻ ഡു ദാറ്റ് എന്നുള്ള ഒരു കോൺഫിഡൻസ് ആ സമയത്ത് വരും. 11 മുതൽ ടഫായിരിക്കും. സോ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ മൈൻഡ് ഏകദേശം ഒരു കോൺഫിഡൻറ്റ് ലെവൽ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും ചെയ്യാൻ വേണ്ടി. ബട്ട് അതേസമയം നിങ്ങൾ ചുമ്മാ റാൻഡംലി റീഡിങ് മെറ്റീരിയൽ സെലക്ട് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ഒത്തിരി മാർക്ക് കിട്ടത്തുള്ളൂ. ഒത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ പോകും. സോ നമുക്ക് റീഡിങ്ങിനോട് ഇഷ്ടം തോന്നത്തില്ല. ആ ഒരു മോഡ്യൂൾ എടുക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ഒരു റീഡിങ് പാസേജ് ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് കൊണ്ട് തന്നെ നമ്മൾ എക്സ്കോസ്റ്റഡ് ആയിരിക്കും. സോ അങ്ങനെയൊക്കെ മൈൻഡിനെ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി തോന്നും, ഓക്കെ എനിക്കത് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല, എനിക്ക് ട്രൈ ചെയ്യാം, ഞാൻ നേരത്തെ ചെയ്തതിലൊക്കെ എനിക്ക് 35 എബോവ് കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരിക്കലും നെഗറ്റീവായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. ഓക്കെ, എല്ലാ നഴ്സസിനും പറ്റുന്നൊരു സംഭവമാണ് OET എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പ്രാക്ടീസ് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ അനുസരിച്ചും നമുക്ക് ആ എക്സാമിന് അന്ന് കിട്ടുന്ന ആ ടോപ്പിക് അനുസരിച്ചിരിക്കും നമ്മുടെ കംപ്ലീറ്റ് മാർക്ക് എന്നുള്ളതേ ഉള്ളൂ. ലിസണിങ് പാർട്ട് ഓക്കെ, നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. സോ ബട്ട് കോൺസെൻട്രേഷൻ, ഹെഡ്സെറ്റ് വെക്കുമ്പം ഫുൾ കോൺസെൻട്രേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലിസണിങ്ങിൽ വരും. വേറെ കോൺസെൻട്രേഷൻസ് ഒന്നും വരുന്നില്ല. ബട്ട് ഇൻ കേസ് നിങ്ങൾ യൂറോപ്യൻ കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ ചില കൺട്രിയിൽ നമുക്ക് ഹെഡ്സെറ്റ് ഇല്ല, അല്ലേ? അതൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കൺട്രിയിലാണ് എക്സാം എഴുതാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ തന്നെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് എൻവയോൺമെൻ്റ് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. സോ യൂറോപ്യൻ കൺട്രീസിലുള്ളവർക്ക് ഇപ്പോൾ റൂമൊക്കെ ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നമ്മൾ പേയിങ് ഗസ്റ്റായിട്ടൊക്കെ സ്റ്റേ ചെയ്യുന്നവർക്ക് ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുത്തെ വാളൊക്കെ വാട്ടർ പ്രൂഫ് അല്ല, ഐ മീൻ നമുക്ക് ഉറക്കെ സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല. എല്ലാം അപ്പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. സോ നമ്മൾ കോൺഷ്യസ് ആകും. ഓക്കെ, നമ്മളിപ്പോൾ സ്പീക്കിംഗ് ചെയ്താലും ലിസണിങ് ഹെഡ്സെറ്റ് ഇല്ലാതെ വെച്ചാലും എല്ലാം മറ്റുള്ളവർക്കും ഡിസ്റ്റർബ്ഡ് ആകുമല്ലോ എന്നുള്ള ഒരു കോൺഷ്യസ് ആകുമ്പം നമുക്കൊരു ഡിസ്റ്റർബൻസ് തന്നെയാണ്. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് പാർക്കിലോ അല്ലെങ്കിൽ ഗാർഡനിലോ കോറിഡോറിലോ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. അല്ലാതെ നാട്ടിലുള്ളവർക്കും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ളവർക്കും ആ ഒരു പ്രശ്നം ഇല്ലായിരിക്കും, ഇല്ലേ? നമുക്ക് എവിടെയെങ്കിലും സ്പേസ് ഉള്ള സ്ഥലത്തൊക്കെ പോയി ഹെഡ്സെറ്റ് ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ മാക്സിമം മോസ്റ്റ്ലി എല്ലാ സെൻറ്റേഴ്സിലും തന്നെ നമുക്ക് ഹെഡ്സെറ്റ് ഉണ്ട്. സോ ഇഷ്യൂസ് ഇല്ല. നമ്മൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് തന്നെ ഫുൾ വോളിയത്തിൽ വെച്ചിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. കോൺസെൻട്രേഷൻ ഒന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൻസേഴ്സ് അതിൻ്റെ വഴിയേ പോകും, അല്ലേ? സോ കോൺസെൻട്രേഷൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബ്രോഡ്കാസ്റ്റ് അങ്ങനത്തെ വേറെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ടു ബി ഫ്രാങ്ക് ഞാനതൊന്നും ചെയ്തിട്ടില്ല. മെറ്റീരിയൽസ്, അതായത് ഓരോ യൂട്യൂബ് ചാനലിൽ മാത്രം സ്റ്റക്ക് ചെയ്ത് ലിസണിങ് പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് അങ്ങനെ ചെയ്തിട്ടില്ല. കാണുന്നിടത്തെല്ലായിടത്ത് ചെയ്യുമായിരുന്നു ലിസണിങ്. എവിടെയൊക്കെ നല്ലതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആരൊക്കെ സജസ്റ്റ് ചെയ്യുന്നു, ആ ലിസണിങ്സ് എല്ലാം ചെയ്ത് നോക്കുമായിരുന്നു. എന്താണ് ഇതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
ഒരാളുടെ വോയിസ് മാത്രം നമ്മൾ ബേസിക് ആക്കരുത്. സോ അവരുടെ സ്ലാങ് നമുക്ക് മനസ്സിലാകും. അവരുടെ വോളിയം, സ്പീഡ്, കൺസിസ്റ്റൻസി ഇതെല്ലാം നമുക്കറിയാം. സോ നമ്മൾ അതിനനുസരിച്ച് നമ്മളവരെ ഫോളോ ചെയ്ത് നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. ബട്ട് എക്സാമിന് നമുക്ക് അങ്ങനെയല്ല അല്ലേ? മിഡിൽ ഏജിലുള്ള ആളുണ്ടാവും, ഓൾഡ് ഏജിലുള്ള ആളുണ്ടാവും, ഓൾഡ് ഏജിൽ തന്നെ മെയിൽ, ഫീമെയിൽ ഉണ്ടാവും, അതിൽ തന്നെ ഹാർഷ് വോയിസ് ഉള്ളവരുണ്ടായിരിക്കും, സോഫ്റ്റ് വോയിസ് ഉണ്ടായിരിക്കും, വളരെ സ്പീഡിൽ സംസാരിക്കുന്നുണ്ടായിരിക്കും, വളരെ സ്ലോ ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ എന്താ പറയുക, ആ ഒരു നമ്മുടെ ഒരു ആംപ്ലിഫിക്കേഷൻ നമ്മൾ പറയുമല്ലോ, ഭയങ്കര ഇതായിട്ട് നമുക്ക് മനസ്സിലാവത്തില്ല അവർ സംസാരിക്കുന്നത് എന്താണെന്നേ പിടികിട്ടത്തില്ല. അങ്ങനെയുള്ളവരുണ്ടായിരിക്കും. ഏഷ്യൻസ് ഉണ്ട് അതിനകത്ത്, യൂറോപ്യൻസിൻ്റെ സംസാരമുണ്ട്, നമ്മുടെ മിഡിൽ ഈസ്റ്റുകാരുടെ വോയിസ് അതിനകത്തുണ്ട്, ഓസ്ട്രേലിയൻ വോയിസ് ഉണ്ട്, അമേരിക്കൻ വോയിസ് ഉണ്ട്, ജാപ്പനീസ് വോയിസ് ഉണ്ട്, ചൈനീസ് വോയിസ് ഉണ്ട്. അങ്ങനെ പല കൺട്രീസിലുള്ള, പല സ്ലാങ്ങിലുള്ള, പല മെത്തേഡിലുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ ലിസ്ണിങ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിലാണ് എല്ലാം ഇരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരാൾ പാരസിറ്റമോൾ എന്ന് പറഞ്ഞത് വേറൊരാൾ പാരസിറ്റമോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല. ആൻസർ നോക്കുമ്പോഴായിരിക്കും അത് പാരസിറ്റമോൾ ആയിരുന്നു, എനിക്കിത് ഒത്തിരി സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ അവരുടെ സ്ലാഗ് ആദ്യം നമ്മൾ പഠിക്കുക. അപ്പോൾ അതിനെന്ത് ചെയ്യണം, എവിടെ നിന്നൊക്കെ ലിസണിങ് കിട്ടുന്നോ അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സോ നമ്മൾ ഡിഫറെൻ്റ് ആൾക്കാരുടെ വോയിസുമായിട്ട് നമുക്ക് പരിചയം ഉണ്ടാവും. സോ നമ്മൾ ഫെമിലിയറൈസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്കത് ഈസി ആയിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ OETയുടെ എന്ത് റെഫർ ചെയ്തെന്ന് പറഞ്ഞാലും, ഏത് യൂട്യൂബ് ചാനൽ റെഫർ ചെയ്താലും അവരുടെ ഒറിജിനൽ ഓർഗനൈസേഷൻ, അതായത് OET ഓൺലൈൻ, സ്റ്റീവിൻ്റെ OET ഓൺലൈൻ, അത് ഒക്കെ ഞാൻ ഒത്തിരി റെഫർ ചെയ്തിട്ടുണ്ട്. നല്ല ക്ലാസ്സസ് ആണ് ലിസണിങ്, സ്പെഷ്യലി ലിസണിങ് ആൻഡ് റീഡിങ്. അദ്ദേഹത്തിന് ഒരു 6 ടോപ്പിക്സ് ഉണ്ട്. റീഡിങ് പാർട്ട് ABC, ലിസണിങ് പാർട്ട് ABC, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. കുറച്ച് ലെങ്തി ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഒത്തിരി യൂസ്ഫുള്ളാണ്. ബേസിക് അറിയത്തില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് കമ്പൽസറി അറ്റൻഡ് ചെയ്യുക, അതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കുക. കുറച്ച് ലെങ്തി ക്ലാസ്സസ് ആണെങ്കിലും ടൈം ഉള്ളപ്പോൾ, ഓഫ് ഉള്ളപ്പം നിങ്ങളത് പഠിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. ശരിക്കും എനിക്ക് ലിസണിങ് റീഡിങ്ങിൻ്റെ ബേസിക് കിട്ടിയത് ആ ഒരു 6 ക്ലാസ്സസ് വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ E2 ലാംഗ്വേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. സോ ആ ക്ലാസ്സസ് നല്ലതാണ്. റെബേക്ക എന്ന് പറഞ്ഞ മാമിൻ്റെ ക്ലാസ്സസ്, അതെ, അവരുടെയൊക്കെ എക്സ്പ്ലനേഷൻസ്, ഇവരെല്ലാം തന്നെ OETയുടെ ഓർഗനൈസേഷനകത്തുള്ളവരാണ്. സോ അവരുടെ എക്സ്പ്ലനേഷൻസ് നമുക്ക് ഒത്തിരി ബേസിക് തരും. അതൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ നോട്ട്സ് എഴുതി വെക്കുക. നമ്മൾ ചുമ്മാ കേട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ കാരണം സ്റ്റുഡൻസ്, അതായത് OETക്ക് വേണ്ടി മാത്രം സമയം സെലക്ട് ചെയ്ത് അതിന് വേണ്ടി മാത്രം ഇരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, അതെല്ലാം മൈൻഡിൽ സ്റ്റോർ ചെയ്തിരിക്കും. ബട്ട് നമുക്ക് ഓൾറെഡി ഫാമിലി ഉണ്ട്, നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്, 100 ടെൻഷൻസ് നമ്മുടെ മനസ്സിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഒട്ടും പറ്റില്ല, എല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? എസ്പെഷ്യലി ഫാമിലിയും ജോബും കൂടെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ എബോവ് ഒരു 35 ആയി കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞു പോകും അല്ലേ? നമ്മൾ പണ്ടത്തെ 21 പഠിക്കുന്ന പോലെയൊന്നും അല്ല ഈ ഒരു 30 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും. സോ ഇൻട്രസ്റ്റ് കുറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, നോട്ട്സ് എഴുതി വെക്കുക. ഓക്കെ, നോട്ട്സൊക്കെ എഴുതി, സെൽഫ് നോട്ട്സ് ഒത്തിരി ഉണ്ടായിരിക്കണം. എനിക്ക് ഒത്തിരി നോട്ട്സ് ഉണ്ടായിരുന്നു. സോ ഞാൻ സൗദിയിൽ നിന്ന് വരുന്ന സമയത്ത് അതെല്ലാം ഞാൻ ജൂനിയേഴ്സിന് കൊടുത്തിട്ട് വന്നു. സോ അതൊരു ട്രഷറാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ? മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സന്തോഷം കിട്ടും. സോ ഓരോ നോട്ട്സും നമ്മൾ എഴുതി വെക്കണം. ഓരോ എന്താ പറയുക, ഇപ്പം ലിസണിങ്ങിന് വേറെ നോട്ട്, റീഡിങ്ങിന് വേറെ നോട്ട്. റീഡിങ്ങിന് നമുക്ക് ഒത്തിരി നോട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. ബട്ട് എന്തോ നമ്മുടെ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിങ്ങിനൊക്കെ ഓരോ നോട്ട് ഓരോ സെക്ഷനായിട്ട് ഞാനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ റൈറ്റിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാമർ മാത്രം സെപ്പറേറ്റ് എഴുതി വെക്കുക, അബ്രിവേഷൻസ് സെപ്പറേറ്റ് എഴുതി വെക്കുക, പിന്നെ ടിപ്സ് തന്നെ സെപ്പറേറ്റ് എഴുതി വെക്കുക. നമുക്ക് കിട്ടുന്ന ടിപ്സും നമുക്ക് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് ടിപ്സൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതെല്ലാം എഴുതി വെക്കുക. സോ ഇതെല്ലാം സെപ്പറേറ്റ് എഴുതി വെക്കുക. അതുപോലെ കറക്റ്റഡ് ആൻസേഴ്സ് സെപ്പറേറ്റ് തന്നെ എഴുതി വെക്കണം. സ്പീക്കിങ്ങിനാണെന്നുണ്ടെങ്കിലും കുറേ യൂട്യൂബ് ചാനൽസ് നമുക്ക് നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ കിട്ടും അല്ലേ? കുറേ ഇൻഫർമേഷൻസ് കിട്ടും. അതെല്ലാം എഴുതി വെച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഗോ ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. അല്ലാതെ ചുമ്മാ ഒരാൾ പറഞ്ഞാൽ കേട്ട് ഓക്കെ ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകും, നമുക്കത് മൈൻഡിലുണ്ടാകത്തില്ല. സോ ഇങ്ങനെ നോട്ട്സൊക്കെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. ഇതൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ കിടക്കുന്ന റൂമിൽ ബെഡിൻ്റെ അടുത്ത് തന്നെ ചെറിയ നോട്ട്സ് എഴുതി ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കും. സോ ഉറങ്ങുന്ന സമയത്താണെങ്കിലും നമുക്ക് ജസ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർക്കാം. ഞാൻ അതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ബട്ട് ജസ്റ്റ് നോട്ടായിട്ട് തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ, ഇതെല്ലാം ലാസ്റ്റ് എക്സാമിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ കുറേ ചെറിയ നോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നാ ചെയ്യുന്നത് വെച്ചാൽ എക്സാമിന് പോകുമ്പോൾ രാവിലെ ജസ്റ്റ് ടെൻഷനായിരിക്കും അല്ലേ? ആ സമയത്തൊന്നും നോക്കിയില്ലെങ്കിലും മൈൻഡ് കൊണ്ടൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എക്സാമിന് രാവിലെ ഞാൻ നോക്കുന്ന സംഭവങ്ങളെല്ലാം ഫ്രഷ് ആയിട്ട് എനിക്ക് ഓർമ്മയുണ്ടായിരിക്കും, മറന്നു പോകത്തില്ല.
അത് പണ്ട് പോലെയുള്ള സംഭവങ്ങളാണ്. അപ്പം അതുപോലെ OETക്ക് പോകുമ്പോഴും രാവിലെ എഴുന്നേറ്റ് ഓടിച്ചിട്ട് നോക്കണം ഒരു മനസ്സമാധാനത്തിന് വേണ്ടി. അപ്പോൾ ആ ഓടിച്ചിട്ട് നോക്കാൻ വേണ്ടി ബുക്കൊന്നും നമുക്ക് യൂസ്ഫുൾ ആവത്തില്ല. ഈ ചെറിയ ചെറിയ ടിപ്സ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അത് നോക്കിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി വാം അപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്പീക്കിങ്ങിൻ്റെ ദിവസങ്ങളിൽ ഈ വാം അപ്പ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. ആ സമയത്ത് വീഡിയോ നോക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഫോണിൽ. ബട്ട് അറ്റ്ലീസ്റ്റ് ഈ നോട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് കണ്ണോടിച്ച് പോകേണ്ട ആവശ്യമുള്ളൂ. ചെറിയ ചെറിയ ടിപ്സൊക്കെ ആ സമയത്ത് നമ്മുടെ കണ്ണിൽ വരും. അതൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും എക്സാമിൻ്റെ സമയത്ത്. അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. പിന്നെ വേറൊരു കാര്യമാണ്, ഇപ്പം ചില സമയത്ത് ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണ് കാണുന്നതെന്ന് അറിയില്ല. ആ സമയത്ത് നമ്മൾ OETയുടെ റിസൾട്ട് കിട്ടി, നമ്മൾ പാസ്സായി, നമ്മൾ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ അറിയുന്നത് ഓൾറെഡി ഇൻടേക്ക് ഇല്ല, അവർ ഓൾറെഡി ഇൻടേക്ക് എല്ലായിടത്തും ക്ലോസ് ചെയ്ത് വെച്ചു. UK ആണെങ്കിലും അയർലൻഡിലാണെങ്കിലും ന്യൂസിലാൻഡിലാണെങ്കിലും അവരത് ക്ലോസ് ചെയ്ത് വെച്ചു എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിപ്രഷനാണ് അല്ലേ. ഈ സെയിം ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ആ ഒരു സെയിം സ്റ്റേജിൽ കൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. ഇപ്പം സൗദിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്നു, അയർലൻഡിൽ പോകാനുള്ള എല്ലാ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ പേപ്പേഴ്സൊക്കെ നിന്നുപോയി. ലാസ്റ്റ് പേപ്പർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ വിസയുടെ ഡിസിഷൻ ലെറ്റർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഡിസിഷൻ ലെറ്റർ കിട്ടി അത് 1 ഇയർ വാലിഡിറ്റി തീരാറായി, പക്ഷേ നമ്മുടെ എട്ടിപ്പിക്കൽ വർക്ക് വിസ കിട്ടുന്നില്ല. സോ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പം ഓഫ് കോഴ്സ് നമ്മൾ ജോലി ഇല്ലാതെ ഇരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞ് നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്കത് അറിയാവുന്നതാണ്, കാരണം ഞാൻ 1 ഇയർ ഈ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുമായിരുന്നു, ജോബ് റിസൈനും ചെയ്ത്. സോ ആ ഒരു 1 ഇയർ ഗ്യാപ്പ് നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും ആ സമയത്താണ് ഞാൻ OETയുടെ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. സോ നല്ലൊരു ഇതായിരുന്നു, എക്സ്പോഷറായിരുന്നു ശരിക്കും പറഞ്ഞാൽ. സോ നമുക്ക് ആ സമയത്ത് നമുക്കുണ്ടാവുന്ന ഫീലിങ്സ് എനിക്കറിയാവുന്നതാണ്. സോ ആരും ഡിപ്രഷൻ ആകേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ നഴ്സിങ്ങിൻ്റെ ഈ ടേൺ ഓവർ എല്ലാ കൺട്രീസിലും ഉള്ളതാണ് അല്ലേ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വേറെ കൺട്രിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയെന്ന് നമുക്ക് മൈൻഡിൽ എപ്പോഴും പ്രത്യേകിച്ച് നഴ്സസിന് തോന്നുന്ന കാര്യമാണ്. നമ്മൾ നാട്ടിലിരിക്കുമ്പോൾ നമുക്ക് സൗദി പോകാൻ തോന്നും, അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ യൂറോപ്യൻ കൺട്രീസിൽ പോകണം തോന്നും. നമ്മൾ അയർലൻഡിൽ അല്ലെങ്കിൽ UK എത്തും, അപ്പോഴും നമുക്ക് പറ്റത്തില്ല ന്യൂസിലൻഡിൽ പോകണം, ന്യൂസിലൻഡിലും പറ്റില്ല, നമുക്ക് ഓസ്ട്രേലിയയിൽ പോകണം. സോ ഓസ്ട്രേലിയ കഴിഞ്ഞ് നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല. സോ അങ്ങനെ നമ്മളിങ്ങനെ ആഗ്രഹങ്ങൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും, എല്ലായിടത്തും വേക്കൻസി വരും. സോ പണ്ട് പോലെയുള്ള ഒരു സിറ്റുവേഷനാണ്. ഒരു 5 ഇയേഴ്സിലേക്ക് ഒരു ഭയങ്കര ഇൻടേക്ക് ആയിരിക്കും, പിന്നെ അവർ കുറച്ച് നാളത്തേക്ക് ഒന്ന് നിർത്തി വെക്കും, പിന്നെ ഒരു 5 ഇയേഴ്സിലേക്ക് നോർമൽ രീതിയിൽ എടുത്തുകൊണ്ടേയിരിക്കും, പിന്നെ ഒന്ന് നിർത്തി വെക്കും. ഇത് എല്ലാ കൺട്രീസിലും ഉള്ള കാര്യങ്ങളാണ്. സോ നിങ്ങൾ ഡിപ്രഷൻ ആവേണ്ട ആവശ്യമില്ല, കുറച്ച് വെയിറ്റ് ചെയ്യുക. എല്ലാ സ്ഥലത്തും തന്നെ കുറച്ച് ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ റീഓപ്പൺ ആവും. ഇപ്പം അയർലൻഡിലാണെങ്കിൽ തന്നെയും ഇവിടെ ഡബ്ലിൻ തന്നെ 2 HSC ഹോസ്പിറ്റൽസ് ഈ ഇടയ്ക്കാണ് അവർ റീഓപ്പൺ ചെയ്തത്, അതായത് ഇൻ്റർവ്യൂസ് റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവർ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇതിനുള്ളിലുള്ള ആൾക്കാരെ പ്രിഫർ ചെയ്യും. അതായത് ഇപ്പോൾ നഴ്സിംഗ് ഹോംസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ HSCയിലേക്ക് പ്രിഫർ ചെയ്യും ആഫ്റ്റർ 2 ഇയേഴ്സ് കോൺട്രാക്റ്റ് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആദ്യം അവർ പ്രിഫറൻസ് കൊടുക്കും. അത് കഴിയുമ്പോഴായിരിക്കും നാട്ടിൽ നിന്നുള്ള ഇൻടേക്ക് വരുന്നത്. കാരണം അവർക്ക് ഈസിയാണല്ലോ, വിസ പ്രശ്നം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ളൊരു ഡിലേ വരാറുണ്ട്. അതുപോലെ തന്നെ ഫണ്ടിങ് ഇവർക്കൊരു ഇടയ്ക്കൊരു ഇഷ്യൂസ് ആകാറുണ്ട്. അതായത് അഡാപ്റ്റേഷൻ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഫണ്ടിങ് നമുക്ക് 2.5 lakhs നമ്മുടെ ഇവർ HSC തന്നെയാണല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കുറേ പേര് ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ മേ ബി ഒരു ഫണ്ടിങ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് അവരിടാറുണ്ട്. ഇതൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞറിയുന്ന കാര്യങ്ങളാണ്. ഒഫീഷ്യലി ഒന്നും നമുക്കറിയില്ല എന്താണ് ഇഷ്യൂ എന്നുള്ളത്. സോ അതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റീഓപ്പൺ ആകും. അതുപോലെ തന്നെ പുതിയ ഹോസ്പിറ്റൽസൊക്കെ എല്ലായിടത്തും തന്നെ ബിൽഡ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം റിക്വയർമെൻറ്റും ഒത്തിരി ഉണ്ടാവും. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണെങ്കിലും ഒത്തിരി ബിൽഡ് ചെയ്യുമ്പം റിക്വയർമെൻറ്റ് എന്തായാലും കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. ഒരിക്കലും നഴ്സസിൻ്റെ റിക്വയർമെൻറ്റ് ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഡിലേ വരുമ്പം ഡിപ്രഷൻ ആവേണ്ട ആവശ്യമില്ല. ഇപ്പം DL അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ OET എക്സ്പയർ ആകാൻ പോകുന്നു, എനിക്കിതുവരെ ഇൻ്റർവ്യൂസ് ഒന്നും ആയില്ല, എൻ്റെ മിസ്റ്റേക്ക് അല്ലാതെ അവിടുത്തെ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ NMBAയ്ക്ക് ഒരു ഒഫീഷ്യൽ ഇമെയിൽ അയയ്ക്കുക. NMBAയുടെ ഒഫീഷ്യൽ ഇമെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. നമുക്ക് വരുന്ന, അതായത് ക്വയറി വരുന്ന ഇമെയിലല്ല, വേറൊരു നമുക്കൊരു ഇമെയിലുണ്ട് NMBAയുടെ അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം. സോ അത് ജനറലി എല്ലാ ക്വയറീസും അവർ ആൻസർ ചെയ്യും, പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യും. അവരുടെ ഒരു ടൈമിംഗ് ഉണ്ട്, ആ ടൈമിംഗ് കഴിഞ്ഞിട്ടേ അവർ ആൻസർ ചെയ്യത്തുള്ളൂ, വീക്കെൻഡിലില്ല. സോ നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതെല്ലാം അതിനകത്ത് സ്പെസിഫൈ ആയിട്ട് മെൻഷൻ ചെയ്ത് അയച്ചു വിടുക. ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ പ്രശ്നം കൊണ്ടല്ല, അപ്പോൾ ഇൻ കേസ് DL എക്സ്പയർ ആകാൻ പോയി, OET എക്സ്പയർ ആകാൻ പോയി എന്നുണ്ടെങ്കിൽ പോലും ഇതുപോലത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് ഒരു ലെറ്റർ അവർ അയച്ചു കൊടുക്കും. ആ ലെറ്റർ ഉണ്ടെങ്കിൽ ഫർദർ ഇൻ്റർവ്യൂസിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല മോസ്റ്റ്ലി.
പക്ഷേ പ്രശ്നങ്ങളുണ്ടായവരും ഇടയ്ക്ക് പറയാറുണ്ട്. ബട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്താണ് ഇഷ്യൂസ് എന്നുള്ളത്. സോ യൂഷ്വലി നമ്മുടെ HSCയുടെ പ്രശ്നം കൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ഡിലേ ആകുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവർ ഹെൽപ്പ് ചെയ്യും. അത് ഏത് കൺട്രിയിലാണെങ്കിലും നിങ്ങൾക്ക് ഒഫീഷ്യലി അവരുടെ അടുത്ത് ഇമെയിൽ അയച്ച് ചോദിക്കാവുന്നേ ഉള്ളൂ. പലരും ആലോചിക്കാറുണ്ട് എൻ്റെ OET എല്ലാം എക്സ്പയർ ആവാറായി, DL എക്സ്പയർ ആയി, പിന്നെ എന്തിനാണ് പിന്നെയും ഇനി OET എഴുതാൻ പോകണമല്ലോ എന്നൊക്കെ ആലോചിക്കാറുണ്ട്. സോ നിങ്ങളുടെ എംപ്ലോയറുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻസിയായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ NMBA ആയിട്ട് ഡയറക്റ്റ് മെയിൽ അയച്ച് ചോദിക്കുക. എന്തെങ്കിലും ഒരു സൊല്യൂഷൻസ് ഉണ്ടാവാതിരിക്കില്ല. ഓക്കെ. സോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യങ്ങളില്ല. പിന്നെ ഏജൻസിയൊക്കെ ചൂസ് ചെയ്യുമ്പം പ്രോംപ്റ്റായിട്ട് യൂസ് ചെയ്യുക. ചിലർ അഡ്വാൻറ്റേജ് എടുത്ത് ഒത്തിരി മണിയൊക്കെ ചോദിക്കാറുണ്ട് എന്ന് കേൾക്കാറുണ്ട്. സോ നിങ്ങളെല്ലാവരുടെ അടുത്ത് അന്വേഷിച്ച് അവരുടെ ആ ഏജൻസി വഴി ആരെങ്കിലും പുറത്ത് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ ചോദിച്ച് അന്വേഷിച്ചിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ. കാരണം ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷൻസ് ഒത്തിരി പേര് അഡ്വാൻറ്റേജ് എടുത്ത് ഒത്തിരി ലാക്സ് ആൻഡ് ലാക്സ് വാങ്ങിക്കാറുണ്ട്. നമുക്ക് 1 രൂപയാണെങ്കിലും അത് ഒത്തിരി വാലിഡാണ് അല്ലേ? നമുക്കറിയാം, കഷ്ടപ്പെട്ടുണ്ടാക്കുന്നവർക്ക് അതിൻ്റെ വാല്യൂ അറിയാൻ പറ്റും. ഇപ്പം 10 lakhs 15 lakhs 7 lakhs ഒക്കെ വേണം എന്ന് ചോദിക്കുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വലിയ എമൗണ്ടാണ്, വലിയ എമൗണ്ട് തന്നെയാണ്. മന്ത്ലി 3-4 lakhs സമ്പാദിക്കുന്നവർക്കാണെങ്കിൽ പോലും ആ ഒരു എമൗണ്ട് ഏതെങ്കിലും ഒരു ഏജൻസി അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു കഷ്ടം തന്നെയാണ്. സോ ആർക്ക് കൊടുക്കുന്നതിന് മുമ്പാണെങ്കിലും ഡബിൾ ചെക്ക് ചെയ്യുക. ഒരു 10 പ്രാവശ്യം 10 പേരുടെ അടുത്ത് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം പ്രൊസീഡ് ചെയ്യുക. കാരണം ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റിൽ വരുന്ന കൺട്രീസാണ്. നമ്മുടെ ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് എല്ലാം തന്നെ ഫ്രീ ആണ്. ഈവൻ നമ്മൾ പേ ചെയ്താലും അതെല്ലാം റീഫണ്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈവൻ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ കംപ്ലീറ്റ് എമൗണ്ട് പ്ലസ് €500 നമ്മുടെ ട്രാവൽ ചാർജ്, ഇതെല്ലാം തന്നെ നമുക്ക് തിരിച്ച് കിട്ടുന്ന പൈസയാണ്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന പൈസ. സോ ഇതെല്ലാം ആലോചിച്ചിട്ട് പേയ്മെൻറ്റൊക്കെ ചെയ്യുക. ഓക്കെ. സോ ഈ വീഡിയോ കണ്ടിട്ട് ആരും അറിയാവുന്ന ഏജൻസി ഉണ്ടോ എന്ന് പറഞ്ഞ് ദയവേത് ഈ മെസ്സേജ് അയക്കരുത്. കാരണം എനിക്കറിയാവുന്ന ഏജൻസിയൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഏജൻസീസൊക്കെ തന്നെയുള്ളൂ. സോ നമ്മുടെ HSC റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് IITR-ഉം CPL എന്നൊക്കെ പറഞ്ഞ 2 ഏജൻസീസേ ഉള്ളൂ നമുക്ക്. ബാക്കിയുള്ള എല്ലാം പ്രൈവറ്റ് ഏജൻസീസാണ്. ഓക്കെ. സോ ഏത് ഏജൻസി ആണെങ്കിലും എനിക്ക് പേഴ്സണലായിട്ട് ഒരു അഡ്വൈസോ അല്ലെങ്കിൽ ഇതോ പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ വന്ന ഏജൻസിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയാൻ പറ്റും, അത്രയേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ള ഏജൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ പറയാൻ വേണ്ടി പറ്റില്ലായിരിക്കും. സോ ഏത് ഏജൻസി ആണെങ്കിലും നന്നായിട്ട് അറിയാവുന്നവരടുത്തൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ. സോ ഇതൊക്കെയാണ് എൻ്റെ ഈ OET-ലുണ്ടായിരുന്ന ഒരു കുറച്ച് എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പറ്റും. ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാൻ പറ്റുന്നത്. സോ ഇനി ഏതെങ്കിലുമൊക്കെ ഓർമ്മ വരുവാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോസിലും നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യിക്കുക. എൻ്റെ വാട്സപ്പ് നമ്പറും ഇതിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ തന്നെ ചാറ്റിലാണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. സോ ഫാർ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ. സോ OET-യെക്കുറിച്ച് ആലോചിച്ച് ആരും ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട. മാക്സിമം ട്രൈ ചെയ്യുക. ഡേറ്റ് ഒക്കെ എടുക്കുമ്പം നന്നായിട്ട് കോൺഫിഡൻസ് ആയി കഴിഞ്ഞിട്ട് പോയി ഡേറ്റ് എടുക്കുക. ഹറി പോയി ഡേറ്റ് എടുത്ത് എക്സാം എഴുതാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ. സോ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.